الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ചിട്ടയോടെ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ച പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ, മറ്റ് ദൗർബല്യങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകളെ, പ്രാർത്ഥനകളെ, ഇബാദത്തുകളെ യഥാവിധി അവൻ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ മാസം അതിൻ്റെ സമാപനത്തോട് അടുക്കുകയാണ്. അവസാന 10 ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അവസാന 10 ലൈലത്തുൽ ഖദറും ഇഅ്തികാഫും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് വിശുദ്ധ വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്ത അതിൻ്റെ അവതരണം ആരംഭിച്ച ദിവസത്തിനാണ്, ആ രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ വിധിയെ മാറ്റുന്നു. വിധി നിർണായക രാവ്, അള്ളാഹു അതിന് പേര് കൊടുത്തു. വിശുദ്ധ ഖുർആനിനെ അനുസരിക്കുകയും അതിനെ പിൻപറ്റുകയും അതുപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തവർക്ക് സ്വർഗമാണ് അവൻ്റെ വിധി. അതേപ്രകാരം വിശുദ്ധ ഖുർആനിനെതിരെ പ്രവർത്തിക്കുകയും അതിനെ ധിക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്തവരാകട്ടെ നരകമാണ് അവർക്കുള്ള വിധി. ഇതാണ് ലൈലത്തുൽ ഖദറിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു സന്ദേശം. ആ ലൈലത്തുൽ ഖദർ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. വലിയ ഓഫറാണ് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന് വേണ്ടി ആഗ്രഹിക്കുകയും പണിയെടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളായ നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇഅ്തികാഫ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സന്യാസം എന്നത് ഇസ്ലാം പറയാത്ത ഒരു കാര്യമാണ്. ദുനിയാവിൽ നിന്ന് പൂർണ്ണമായി വിരക്തി നേടുക, ദുനിയാവിനെ പാടെ ഉപേക്ഷിക്കുക, ഇത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ അവസാനത്തെ 10 റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ആകുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. വളരെ പ്രാമാണികമായ ഹദീസുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഇഅ്തികാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭജനമിരിക്കൽ എന്നാണ്. ദുനിയാവിനെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൽ വലയം പ്രാപിക്കലാണ് ഇഅ്തികാഫ്. മനസ്സിൻ്റെ അകത്ത് ഒരേ ഒരു ചിന്ത മാത്രം, മനസ്സിൻ്റെ അകത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രം. അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, നരക വിമോചനമാണ്. അതിനെ ആഗ്രഹിച്ചുകൊണ്ട് മറ്റെല്ലാം ഉപേക്ഷിച്ച് മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഭജനമിരിക്കൽ, പ്രാർത്ഥന കൊണ്ട്, ആരാധനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട പഠനങ്ങളോ ചർച്ചകളോ കൊണ്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടുക. ഇതാണ് ഇഅ്തികാഫ്. ഈ ഇഅ്തികാഫിൻ്റെ രാവുകളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അള്ളാഹു അതിനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അൽഹാകുമുത് തകാസുർ, മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ നിരൂപണം ചെയ്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു ഈ തകാസുർ, പരസ്പരമുള്ള മത്സരം. സമ്പാദിക്കാൻ വേണ്ടിയാകാം, അതല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനാകാം. ഈ തകാസുർ, പരസ്പരമുള്ള ഈ മത്സരം നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഈ മത്സരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, പറഞ്ഞാൽ ബോധ്യപ്പെടില്ല, ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല. പക്ഷേ ഖബറിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വേണ്ടായിരുന്നു, ഞാൻ പരലോകത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. നമ്മുടെയൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്, നല്ല ഒരു വീട് എനിക്ക് നിർമ്മിക്കണം, ഒരു വലിയ സ്വപ്നമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വപ്നമാണ് എൻ്റെ ബിസിനസ് ഒന്നുകൂടി ശക്തിപ്പെടണം. അതുമല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്.
ആ സ്വപ്നങ്ങളുടെ പുറകെയാണ് നമ്മുടെ ജീവിതം. ആ സ്വപ്നങ്ങൾ എന്ന് പൂവണിയും. ഒരു നല്ല വീട് എനിക്ക് എന്ന് പണിയാൻ സാധിക്കും, ഒരു നല്ല ബിസിനസ് എനിക്ക് എപ്പോൾ എങ്ങനെ തുടങ്ങാൻ അതിനെ വിജയിപ്പിക്കാൻ സാധിക്കും. ഈ സ്വപ്നങ്ങൾക്ക് പുറകെയാണ് നമ്മുടെ യാത്ര. ആ സ്വപ്നങ്ങൾക്ക് ഇസ്ലാം എതിരല്ല. പക്ഷേ പരലോകത്ത് എനിക്കൊരു വീട് വേണം, പരലോകത്ത് എനിക്ക് വിജയിക്കണം, ആ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിക്കുന്നു, ആ ഒരു സ്വപ്നം നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ദുനിയാവിൽ പെട്ടിങ്ങനെ കറങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് പരലോകം, അവിടെ എനിക്കൊരു വീട് വേണം. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ധാരാളമായി പറയുന്നുണ്ട്. ആ ചരിത്രം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഫറോവയെ സംബന്ധിച്ചും പറയുന്നുണ്ട്, ഫറോവയുടെ ഭാര്യ ആസിയ ബീവിയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൽ ആസിയ ബീവി വിശ്വസിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായ ശേഷം മൂസാ നബിയുടെ പ്രവാചകത്വത്തിൽ ആസിയ ബീവി വിശ്വസിക്കുന്നു. അത് ഫറോവ ആദ്യം അറിയുന്നില്ല. പിന്നീട് ഫറോവ ഈ കാര്യം അറിയുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആസിയ ബീവിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുവാൻ തുടങ്ങുന്നു. അതിക്രൂരമായ പീഡനങ്ങൾ ആസിയ ബീവിക്ക് ഏൽക്കേണ്ടി വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അദ്ദേഹത്തിൽ വിശ്വസിച്ചാൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇതെല്ലാം ആസിയ ബീവിക്ക് മുൻപേ അറിയാം. ആസിയ ബീവിയുടെ ജീവിതം കൊട്ടാരത്തിലാണ്. ഫറോവയാകട്ടെ ഏറ്റവും വലിയ കൊട്ടാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഉടമയാണ്, ഏകാധിപതിയാണ്. എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ഒരു ഭർത്താവാണ്. അങ്ങനെയുള്ള ഭർത്താവിൻ്റെ കൂടെ ആഡംബരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കാലെയാണ് മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ട് ആ മൂസാ നബിയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ച് ഏകനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസിയായി മാറാൻ ആഗ്രഹിച്ച് ഈ ആഗ്രഹത്തെ ആദ്യം രഹസ്യമാക്കി വച്ച് പിന്നീട് അത് പരസ്യമാക്കിയപ്പോൾ ഫറോവ ഇടപെടുന്നു. അതിക്രൂരമായി പീഡിപ്പിക്കുന്നു, കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, അവസാനം കൊല്ലപ്പെടുന്നു. പക്ഷേ ഈ ആസിയ ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല മനുഷ്യർക്കും മാതൃകയായിട്ട് അവതരിപ്പിക്കുന്നു. സൂറത്ത് തഹ്രീമിലെ 11-ാമത്തെ ആയത്താണ്. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു. വിശ്വാസി സമൂഹത്തിന് ഉദാഹരണമാണ്, വിശ്വാസി സമൂഹത്തിന് ഒരു മാതൃകയാണ്. ആരാണ്? ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യ. ഈ ഫറോവയുടെ ഭാര്യ വിശ്വാസി സമൂഹത്തിന് മുഴുവൻ മാതൃകയായത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, അവരുടെ അചഞ്ചലമായ വിശ്വാസം, കൊട്ടാരം ഉപേക്ഷിക്കാനുള്ള മനസ്സ്, എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിക്കാനുള്ള ആ ത്യാഗ മനസ്സ്. രണ്ടാമത്തേത്, എന്തു വന്നാലും അള്ളാഹ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കാൻ അവർ കാണിച്ച ധീരത. ആ ധീരത അവർ കാണിച്ചു. തെരുവിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടു. ആ സന്ദർഭത്തിൽ അള്ളാഹുവോട് നടത്തിയ ഒരു പ്രാർത്ഥന അള്ളാഹു എടുത്തു പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആസിയ ബീവി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി. അള്ളാഹുവേ, ഫറോവയുടെ പ്രവർത്തനങ്ങളെ തൊട്ട് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ഭരണകൂടം, ആ ഭരണകൂടത്തെ തൊട്ടും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവേ, സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം, എനിക്കൊരു വീട് നീ നൽകണമേ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ദുനിയാവ് എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ സ്വർഗത്തിൽ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം, ആ വീട് നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ആസിയ ബീവി ത്യാഗം സഹിച്ചത്? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, പാരത്രിക വിജയത്തിന് വേണ്ടി, പരലോക മോക്ഷത്തിന് വേണ്ടി.
എന്തും ത്യജിക്കാനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിച്ചു. ആ ആസിയ ബീവിയെ വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള സകല മുസ്ലിങ്ങൾക്കും മാതൃകയായിട്ട് അവതരിപ്പിച്ചു. ലോകാവസാനം വരെ മാതൃകാ വനിത ആസിയ ബീവി. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാലും ഈ അർത്ഥത്തിൽ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരാകാൻ എന്തും ത്യജിക്കാനുള്ള ഒരു ത്യാഗ മനസ്സ് നോമ്പിലൂടെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു നല്ല കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നു, സൂറത്ത് സഫിലെ 11-ാമത്തെ ആയത്ത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു നല്ല കച്ചവടം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അള്ളാഹു പറയാം, ഒരു നല്ല കച്ചവടം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. തിജാറത്ത്, കച്ചവടം. ആ കച്ചവടത്തിന്റെ ലാഭം എന്താ? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ അള്ളാഹുവിന്റെ ശിക്ഷ. ആ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ആ കച്ചവടത്തിന്റെ ലാഭം. എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹ്, ഒന്നാമത്തെ കച്ചവടം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. വറസൂലിഹി, അവന്റെ ദൂതനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു ആകണം. രണ്ടാമത് അവന്റെ ദൂതനാകണം. മൂന്നാമത് തുജാഹിദൂന ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിലെ ത്യാഗ പൂർണ്ണമായ ജീവിതമാകണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതാണ്. 1, അള്ളാഹുവിലുള്ള വിശ്വാസം. 2, അള്ളാഹുവിന്റെ ദൂതൻ, ആ ദൂതനിലുള്ള അടിയുറച്ച വിശ്വാസം. മൂന്നാമത്തത്, ഈ വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്തിനാണ്? തുജാഹിദൂന ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിൽ എന്തും സഹിക്കാനുള്ള ത്യാഗ മനസ്സ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പാരത്രിക മോക്ഷത്തിന് വേണ്ടി എന്തും സഹിക്കാനുള്ള ഒരു ത്യാഗ മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതാണ് ആ കച്ചവടം. ഇനി ഈ കച്ചവടത്തിന്റെ ലാഭം എന്താണ്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വയുദ്ഖിൽക്കും ജന്നാത്തിൻ, നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങൾ. ആ മനോഹരമായ സ്വർഗ്ഗത്തിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബ, ഏറ്റവും ഉത്കൃഷ്ടമായ വീട് അല്ലാഹു നിങ്ങൾക്കവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഫീ ജന്നാത്തി അദിൻ, ശാശ്വതമാണ് ആ സ്വർഗം. ദാലിക്കൽ ഫൗസുൽ അദീം, എത്ര മഹത്തായ, എത്ര ശ്രേഷ്ഠമായ വിജയമാണ് നിങ്ങൾക്കായിട്ട് അല്ലാഹു കാത്തു വച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ കച്ചവടം. ഒരു നല്ല കച്ചവടത്തെ അള്ള എടുത്ത് ഉദാഹരിക്കുകയാണ്. ആ കച്ചവടത്തിന്റെ 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ആ കച്ചവടത്തിന്റെ ലാഭവും ഞാൻ പറഞ്ഞു. ഈ കച്ചവടത്തിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നതും ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ത്യാഗ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നോമ്പിലൂടെ ആർജിക്കേണ്ടത്. ആഹാരം ഒഴിവാക്കാനും വെള്ളം ഒഴിവാക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും പഠിച്ചു നമ്മൾ. നമുക്കപ്പോൾ എന്തിനും സാധിക്കും. കഴിവുണ്ട്. ഇച്ഛകളെ പിടിച്ചു കെട്ടാൻ പഠിച്ചു. ആ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പഠിച്ചുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും ദാസികളുമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് ഈ പറയുന്ന അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരാവുക, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നതും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ്. ഞാനിവിടെ ഫറോവയുടെ കാര്യം പറയുകയുണ്ടായി. ഫറോവ മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത വലിയൊരു കഴിവാണ് വടിയിട്ടാൽ പാമ്പാവും എന്ന ഒരു പ്രത്യേകമായ മുഅ്ജിസത്ത്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് പ്രബോധനം ആരംഭിക്കുന്നു. അങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഫറോവയാകട്ടെ ആകെ പ്രശ്നത്തിലായി. ആളുകളൊക്കെ മൂസാ നബിയുടെ പുറകെ. മൂസാ നബി അലൈഹിസ്സലാം ആകട്ടെ കുറച്ചുകൂടി ശക്തനാണ്. നേരിടാൻ കുറച്ച് പ്രയാസമുണ്ട് ഫറോവയ്ക്ക്. കാരണം മൂസാ നബി വളർന്നത് ഫറോവയുടെ കൊട്ടാരത്തിലാണ്. ഫറോവയാണ് വളർത്തിയത്. അതുകൊണ്ട് മൂസാ നബിയുടെ കഴിവും മൂസാ നബിയുടെ കഴിവുകേടും നന്നായിട്ട് ഫറോവയ്ക്കറിയാം. ഇപ്പം മൂസാ നബിയെ എങ്ങനെ പരാജയപ്പെടുത്തണം കൂടി ആലോചിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ആ വടിയിടുമ്പോൾ പാമ്പാകുന്നു. അതൊരു മാജിക്കാണ്, കേവലം കൺകെട്ടല്ല. അതിൽ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ മുഅ്ജിസത്താണ്. പക്ഷേ അതിനെ എങ്ങനെ പരാജയപ്പെടുത്തും? മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഫറോവ കൂടിയാലോചിക്കുകയാണ്. എല്ലാവരും അഭിപ്രായപ്പെട്ടു, നമുക്ക് പ്രഗത്ഭരായ മജീഷ്യന്മാരെ കൊണ്ടുവരാം.
പ്രഗത്ഭരായ മജീഷ്യന്മാരെ തേടി കൊട്ടാരത്തിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ മജീഷ്യന്മാരെ കൊണ്ടുവന്നു ഫറോവയുടെ കൊട്ടാരത്തിൽ. ഫറോവയോട് ഇവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് നല്ല പാരിതോഷികം വേണം, ഇഷ്ടം പോലെ പണം തരും, മൂസാ നബിയെ പരാജയപ്പെടുത്തിയാൽ മതി, ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടും, നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് തരും. ഒറ്റ അജണ്ട ഉള്ളൂ, മൂസാ നബി പരാജയപ്പെടണം, ജനങ്ങൾക്ക് ബോധ്യപ്പെടണം മൂസ അലൈഹിസ്സലാം അദ്ദേഹം ഈ കാണിക്കുന്നത് വെറും കൺകെട്ടാണ്, അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് നോക്കുന്നവർക്ക് ബോധ്യപ്പെടണം. അത് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ പാരിതോഷികം കിട്ടും. സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഇപ്പോൾ തന്നെ മൂസാ നബിയെ പരാജയപ്പെടുത്തിയേക്കാം. ഈ സന്തോഷത്തോടെ ഇങ്ങനെ അവര് മൂസാ നബിയുമായി ബന്ധപ്പെട്ട ആ ഒരു മത്സരത്തിന്റെ വേദിയിലേക്ക് വരികയാണ്. ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു ഇത് കാണുവാൻ വേണ്ടി. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇടുക. അവർ വടിയിട്ടു, അത് പാമ്പിനെ പോലെ തോന്നിപ്പിച്ചു. രണ്ടാമത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടിയിട്ടു, അതും പാമ്പായിട്ട് മാറി. മജീഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു അവസാനം ഇത് യാഥാർത്ഥ്യമാണ്, ഇത് കൺകെട്ടല്ല, ഞങ്ങൾ കാണിച്ചത് വെറും മാജിക്കാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചതോ യാഥാർത്ഥ്യമാണ്. മജീഷ്യന്മാർക്ക് കാര്യം ബോധ്യപ്പെട്ടു. ആ നിമിഷം മൂസ എന്നത് കേവലം മൂസയല്ല, അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് മജീഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു. ആ നിമിഷം അവര് അവിടെ ഇരുന്നിട്ട് പ്രഖ്യാപിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മൂസ റസൂലല്ലാഹ്. മൂസ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹു ഏകനാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു. അഥവാ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഫറോവയ്ക്ക് വല്ലാത്ത പ്രയാസമായി, ദേഷ്യം വന്നു. കാരണം പ്രതിഫലം ആഗ്രഹിച്ച് വലിയ സമ്പത്ത് വാഗ്ദാനം ചെയ്ത് മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ മജീഷ്യന്മാരെ കൊണ്ടുവന്ന് അങ്ങനെ മത്സരം നടത്തിയിട്ടിപ്പോ മൂസ ജയിച്ചിരിക്കുന്നു, ഈ മജീഷ്യന്മാര് പരാജയപ്പെട്ടു. ആ ഒരു ദുഃഖം ഒരു ഭാഗത്ത്. ഇപ്പോഴിതാ മജീഷ്യന്മാര് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇതെന്തൊരു മാജിക്കാണ്. പിന്നെ ഫറോവയ്ക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫറോവ ആ സന്ദർഭത്തിൽ കൊടുത്ത ഉത്തരവെന്താ? ഇതാ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലെ 124-ാമത്തെ ആയത്ത്, ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ സുമ്മ ലഉസ്ലിബന്നകും അജ്മഈൻ. ഫറോവ പ്രഖ്യാപിക്കുക, ലഉഖത്തിഅന്ന ഐദിയകും, നിങ്ങളുടെ കൈകൾ ഞാൻ ഛേദിക്കും, വഅർജുലകും, നിങ്ങളുടെ കാലും ഛേദിക്കും, മിൻ ഖിലാഫിൻ, ഓപ്പോസിറ്റ് ആയിട്ട്, എതിരായിട്ട്, വലത്തെ കൈ മുറിക്കും, ഇടത്തെ കാലും മുറിക്കും. ബാലൻസ് ഉണ്ടാവില്ല, നമുക്ക് നിൽക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല, ആ ബാലൻസ് പോകും. നിങ്ങളെ ഞാൻ അങ്ങനെയാക്കും, വലത്തെ കൈയും ഇടത്തെ കാലും, അല്ലെങ്കിൽ വലത്തെ കാലും ഇടത്തെ കൈയും, മിൻ ഖിലാഫ്, ഓപ്പോസിറ്റ് ആയിട്ട്, എതിരായിട്ട് ഞാൻ ഛേദിച്ച് കളയും. പിന്നീട് ഉസ്ലിബന്നകും, കുരിശിൽ തറയ്ക്കും, അജ്മഈൻ, എല്ലാത്തിനെയും. അതുകൊണ്ട് വിശ്വസിക്കാനേ പാടില്ല എന്ന് ആരാ പ്രഖ്യാപിച്ച്? അന റബ്ബുക്കുമുൽ അഅ്ല, തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഫറോവയുടെ പ്രഖ്യാപനം ഉടനെ വന്നു. ഈ സന്ദർഭത്തിൽ നമ്മളായിരുന്നെങ്കിലോ? അല്ല, ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ നമ്മൾ മൂസാ നബിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 4000-3000 വർഷം പുറകോട്ട് പോവുക. ഞാനാണ് ഫറോവയുടെ കൊട്ടാരത്തിൽ, ഞാനാണ് മജീഷ്യൻ, എനിക്കാണ് അനുഭവം ഉണ്ടായത്. മൂസ പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടു, ഫറോവ എന്നെ പിടിച്ചിരിക്കുന്നു, ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവർ കൊടുത്ത ഉത്തരവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ, ഞങ്ങളുടെ അടുക്കൽ വന്ന ഈ വ്യക്തമായ സന്ദേശത്തിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായം? ആമന്നാ ബിആയാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തം, ആ ദൃഷ്ടാന്തത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ആ ദൃഷ്ടാന്തത്തിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കെന്ത് ന്യായം? അതുകൊണ്ട് ഇല്ല, നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാം, കൊല്ലാം, പക്ഷേ ഖാലു ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, എന്നാണെങ്കിലും ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ്. നീ ഞങ്ങളെ കൊന്നില്ലെങ്കിലും ഒരുപാട് കാലമൊന്നും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല.
ഇന്നല്ലെങ്കിൽ നാളെ പടച്ചവന്റെ വിധി മരണമായിട്ട് വരും, ഞങ്ങൾക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ആയാൽ എന്താ കുഴപ്പം? അപ്പോൾ മരണത്തെ അവർ ഭയപ്പെടുന്നില്ല. അവർ കൊടുത്ത ഉത്തരമാണ്. എന്നിട്ട് അവർ അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. ആ പ്രാർത്ഥനയും അള്ളാഹ് എടുത്തു വെച്ചു. റബ്ബനാ ഫിരി അലൈനാ സുബ്റ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്ഥൈര്യം നൽകണമേ. വതവഫനാ മുസ്ലിമീൻ, നീ ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് മരിപ്പിക്കണമേ. അപ്പോൾ ഫറോവ ഞങ്ങളെ വധിക്കാൻ വരുമ്പോൾ കയ്യും കാലൊക്കെ ഓപ്പോസിറ്റായിട്ട് ഛേദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ഥൈര്യം വേണം, പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് വേണം, ശക്തി വേണം. റബ്ബനാ ഫിരി അലൈനാ സുബ്റ, ഞങ്ങൾക്ക് സ്വബർ, മനസ്സ് ചാഞ്ചാടി പോകൽ. അപ്പോൾ അവിടെയും അവർ കടുകിട വ്യതിചലിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് അത്ഭുതമാണിത്! ഇത് എന്തൊരു അത്ഭുതം! കാരണം വിശ്വസിച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ 5 മിനിറ്റ് ആയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം വിജയിച്ചു. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടു. നമ്മളെ പോലെ 10-30 കൊല്ലമായിട്ടില്ല. നമ്മൾ വിശ്വാസികളായിട്ട് എത്ര കൊല്ലമായി? 40 കൊല്ലം, 30 കൊല്ലം, 20 കൊല്ലം, 15 കൊല്ലം. എത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം. ഇത് വിശ്വാസിയായിട്ട് 5 മിനിറ്റ് ആയിട്ടില്ല, 2 മിനിറ്റ് ആയോ? ഷഹാദത്ത് കലിമ ചൊല്ലിയുള്ളൂ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മൂസാ റസൂലല്ലാഹ്. ഈ വന്ന മജീഷ്യന്മാര് കോടിക്കണക്കിന് പണം കൊതിച്ചു വന്നവരാണ്. അതും മറ്റൊരു വശം, പണം ആഗ്രഹിച്ചു വന്നവരാ. പദവിയും, കൊട്ടാരത്തിലെ പദവിയും രാഷ്ട്രത്തിൽ ഉന്നതമായ സ്ഥാനവും ആഗ്രഹിച്ചു കൊതിച്ച് ദുനിയാവ് ആഗ്രഹിച്ചു വന്നവരാണ് ഈ മജീഷ്യന്മാർ. പക്ഷേ മൂസ പ്രവാചകനാണ്. മജീഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു, ഇത് മാജിക്കല്ല, ഇതിൽ എന്തോ അത്ഭുതകരമായ സംഗതിയുണ്ട് എന്ന് ബോധ്യപ്പെട്ട നിമിഷം കടുകട വ്യതിചലിക്കാതെ, അപ്പുറത്ത് ഫറോവയാണ്, ഏറ്റവും പ്രഗത്ഭനായ ക്രൂരനായ ഭരണാധികാരി, അതും പേടിക്കാതെ എൻ്റെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബിനെ മാത്രം പേടിച്ചുകൊണ്ട്, എൻ്റെ റബ്ബിന്റെ തൃപ്തി, പാരത്രിക മോക്ഷം, റബ്ബിന്റെ സ്വർഗം, അതുമാത്രം കൊതിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ വന്ന മറുപടി, ഫറോവയുടെ മറുപടി ഇങ്ങനെയാണ്: ഇതൊരു സമർപ്പണമാണ്, ഇതൊരു ത്യാഗമാണ്, ഈ ഒരു സറണ്ടർ, ഈ ഒരു സബ്മിഷൻ, ഈ ഒരു സമർപ്പണം, ഇതാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്ത് ഉദ്ധരിച്ചിരിക്കുക, നമ്മൾ വായിച്ച് പഠിക്കാൻ വേണ്ടി. ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ഈ ചരിത്രമൊക്കെ വായിച്ച് പഠിക്കണം. ഈ അർത്ഥത്തിൽ ത്യാഗസന്നദ്ധരായ വിശ്വാസികളായിട്ട് അവർ മാറണം. ഇതാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ നോമ്പിന്റെ ഫലമെടുപ്പ് നടക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഫലം ആയോ? നമ്മൾ നട്ട ഒരു വാഴ, നമ്മൾ നട്ട ഒരു വൃക്ഷം, ഒരു ഫലം കായ്ക്കുന്ന മരം, അതിൽ മൊട്ടിട്ടോ പൂവിട്ടോ, അത് ഞാൻ വളം ചെയ്തിട്ട് അത് ശരിയായിട്ടുണ്ടോ, അതിലെല്ലാം ആയോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന പോലെ ഏതാണ്ട് 10-20 ദിവസമായി നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് അവസാന നാളുകളാണ്. ഫലം കായ്ച്ചോ, പൊട്ടു വന്നോ, പൂ വിരിഞ്ഞോ, ശരിയായോ എന്ന ഹിസാബിലേക്ക്, എന്ന കണക്കെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആ കണക്കെടുപ്പ് നടക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. അതിൽ 1-2 ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഉദാഹരിച്ചത്. ത്യാഗസന്നദ്ധരായ നമ്മുടെ പൂർവികർ, അള്ളാഹ്ക്കെല്ലാം സമർപ്പിച്ചവർ, ഏകനായ റബ്ബിന്റെ അടിമയായി ജീവിച്ച് ആ റബ്ബിന്റെ തൃപ്തി, ആ റബ്ബിന്റെ ഇഷ്ടം സമ്പാദിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചവർ, ആ സ്വർഗത്തെ ആഗ്രഹിച്ചവർ, ആ സ്വർഗത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധരായി രംഗത്ത് വന്നവർ. നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടു. അത് 1-2 ഉദാഹരണം മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിക്കൂ, ഇനിയും കാണാൻ കഴിയും. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അധികം പറയാത്തത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയിട്ട്, ഇവിടെ ഒന്നാമതായി ഈ സമയത്ത് പരിശോധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇസ്ലാം തിരിഞ്ഞോ എന്നതാണ്. കാരണം ഇവർക്കത് തിരിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ് കൊണ്ടാണ് അവര് ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം വഹിക്കാൻ കൊതിച്ച് രംഗത്തേക്ക് വന്നത്. നമ്മൾ 10-30 കൊല്ലമായല്ലോ, നമുക്ക് ഇസ്ലാം തിരിഞ്ഞോ? ഇപ്പോഴും നമ്മൾ ആടിക്കളിക്കുക, അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് അങ്ങനെയാണോ, ഇത് ഇങ്ങനെയാണോ, എന്തുകൊണ്ട് അങ്ങനെ? നമുക്കിപ്പോഴും ഒരു ഇസ്തിഖാമത്ത്, ഒരു ഉറച്ച നിലപാടായിട്ടില്ല. അതുകൊണ്ടാണ് ത്യാഗ മനസ്സ് വരാത്തത്. അള്ളാഹുവിൻ്റെ ദീൻ തിരിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീൻ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഉറച്ച് നമ്മൾ നിൽക്കും.
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അള്ളാഹ് പറഞ്ഞില്ലേ എന്റെ റബ്ബ് അള്ളയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഉറച്ചു നിൽക്കൂ, പിന്നെ കടുകിട വ്യതിചലിക്കില്ല, പിന്നെ നാവിൻ തുമ്പിൽ നിന്ന് ഷഹാദത്ത് കലിമയുടെ വാചകമല്ലാതെ മറ്റൊന്നും വരില്ല. ആര് എന്ത് ചെയ്താലും, എത്ര ആക്ഷേപിച്ചാലും, എത്ര പീഡിപ്പിച്ചാലും അതിൻ്റെ എത്ര ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തിരിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ പാഠമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് തീർക്കണം, ആ ദീനിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് ഈ സന്ദർഭത്തിൽ അവസാന സമയത്ത് നിങ്ങളോടും എന്നോടും എനിക്ക് പറയാനുള്ള കാര്യം. രണ്ടാമതായി, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരാണ്. ഈ അറിഞ്ഞ സന്ദേശത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, കടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞില്ലേ, റസൂൽ എങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നോ, വയകൂന റസൂലു അലൈക്കും ഷഹീദ, അള്ളാഹുവിൻ്റെ ദീനിന്റെ സാക്ഷിയായിട്ട്, അഥവാ അള്ളാഹുവിൻ്റെ ദീൻ ഏതു പ്രകാരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നോ അതേപോലെ അള്ളാഹുവിൻ്റെ ദീൻ മറ്റുള്ളവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ അതിന് പ്രാപ്തരായി മാറണം, അതിന് കഴിവുള്ളവരായി മാറിയേ പറ്റൂ. കാരണം വളരെയധികം ഇസ്ലാമിക് ഫോബിക്കായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ, ശത്രു വിഭാഗം ഇസ്ലാമിനെ എന്ത് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇസ്ലാം അതാണ്, ഇതാണ്, ഭീകരമാണ്, അങ്ങനെ എന്തൊക്കെയോ. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷേ ടെററിസ്റ്റുകളൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പൊ അങ്ങനെ ഏതോ അർത്ഥത്തിൽ, ഏതോ രൂപത്തിൽ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇസ്ലാമിക് ഫോബിക്കായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയകളും എല്ലാം, അത് പ്രിന്റ് മീഡിയ, വിഷ്വൽ ആകട്ടെ, ഏത് മീഡിയകളാകട്ടെ, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതല്ല, ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും നമുക്കുണ്ട്. ഒരു ഉദാഹരണം പറയാം. നാളെ ഞാൻ സ്വർഗത്തിലായി സങ്കല്പിക്കുക. നാളെ പരലോകത്തേക്ക് ഞാൻ പോയപ്പോൾ അള്ളാഹു എന്നെ വിചാരണ ചെയ്തപ്പോൾ എനിക്ക് സ്വർഗമാണ്, അള്ളാഹു എനിക്ക് സ്വർഗം തന്നു സങ്കല്പിക്കുക. ഞാൻ അങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അയൽവാസി, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ജീവിച്ച എൻ്റെ സുഹൃത്ത് ഒരു അമുസ്ലിമാണ്, നോൺ മുസ്ലിമായ ഒരു അമുസ്ലിം സുഹൃത്ത് ഉടനെ അള്ളാഹുവോട് പറയുന്നു, അവനെ സ്വർഗത്തിലേക്ക് വിടാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ അള്ളാഹ് കാരണം ചോദിക്കുമ്പോൾ എന്താണ് കാരണം? അപ്പൊ അദ്ദേഹം പറയും അത്രേ, ഒരുപക്ഷെ പറഞ്ഞാലോ, ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ എന്തൊക്കെ രഹസ്യങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തു, എല്ലാം തുറന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു സത്യം മാത്രം എന്നോട് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒരു സത്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, അത് മാത്രം പറഞ്ഞില്ല. കച്ചവടത്തെക്കുറിച്ചോ ദുനിയാവിനെ കുറിച്ചോ ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം ഞങ്ങൾ സ്വകാര്യമായിട്ടും പരസ്യമായിട്ടും സംസാരിച്ചു. പക്ഷേ ഈ ഒരു സത്യത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം വഞ്ചകനാണ്, ചതിയനായ സുഹൃത്ത്. എന്നിട്ട് അദ്ദേഹം മാത്രം സ്വാർത്ഥനായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഈ സത്യപാത ഞാനും സ്വീകരിക്കുമായിരുന്നു എന്ന് എങ്ങാനും നോൺ മുസ്ലിമായ എൻ്റെ ആത്മസുഹൃത്ത് അള്ളാഹുവോട് പറഞ്ഞാൽ, ബാക്കി എനിക്കറിയില്ല, അള്ളാഹു ആലം. ഇത് നിങ്ങളും ചിന്തിക്കണം. നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്ന, നമ്മുടെ കയ്യിലേക്ക് വരുന്ന നമ്മുടെ ആത്മസുഹൃത്തുക്കളായവരെ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ അവർ അനുഭവിക്കട്ടെ. ഒരു ഉദാഹരണം പറയും. ഈ അടുത്തിടയ്ക്ക് ഇസ്ലാം സ്വീകരിച്ച ബ്രിട്ടീഷ് കഴിഞ്ഞ ടോണി ബ്ലയർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുണ്ട്, ലോറൻ ബൂത്ത് എന്ന അവരുടെ പേര്. ഈ അടുത്തിടയ്ക്ക് ഇസ്ലാം സ്വീകരിച്ച ഒരു മഹദിയാണ്. അവരാ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം പറയുന്നുണ്ട്. ഫലസ്തീനിലേക്ക് അവർ പോയി. നമുക്കറിയാം ഫലസ്തീനെ കുറിച്ച് ഇന്ന് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ മീഡിയകളും ഈ സാമ്രാജ്യത്വ സയണിസ്റ്റുകളുടെ ചായ്വിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ, ഫലസ്തീനിലുള്ളവർക്ക് തീവ്രവാദികളാണ്, ഗസയിൽ മൊത്തം തീവ്രവാദികളാണ്, അതുകൊണ്ട് അവരെ മൊത്തം കൊന്നുകളയണം, അടിച്ചമർത്തണം, അടിയോടിക്കണം, ഇങ്ങനെയുള്ള വാർത്തകൾ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്. അപ്പൊ ഈ വായിക്കുന്ന ചെറുപ്പക്കാരികളൊക്കെ ഇത്ര തീവ്രവാദികൾ, അപ്പൊ കൊല്ലുമ്പോ കുട്ടികളെ ഇങ്ങനെ കൊന്നൊടുക്കുമ്പോൾ ആർക്കും ഒരു പ്രയാസമില്ല. എന്തുകൊണ്ടാ? തീവ്രവാദികളല്ലേ, മരിച്ചോട്ടെ. നമ്മൾ കുറച്ചു പേർക്ക് ദയുണ്ടാവും, പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മനസ്സുകൾ വർഗീയവൽക്കരിക്കപ്പെടുന്നു.
ഈ മീഡിയകൾക്ക് വലിയ പങ്ക്. അങ്ങനെ മീഡിയകൾ പങ്കുവഹിച്ചിട്ട് ഫലസ്തീനിലുള്ള മുഴുവൻ ആൾക്കാരും ഭീകരവാദി തീവ്രവാദിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ലോറൻ ബൂത്ത് അവരുടെ അനുഭവം പറയാണ്, ഞാൻ ഫലസ്തീനിലേക്ക് പോയപ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഇതായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ തീവ്രവാദികളല്ലേ, എങ്ങനെ അവിടെ പോയിട്ട് എൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതാ. ഈ ദൗത്യം ഞാൻ എങ്ങനെ നിർവഹിക്കും? മൊത്തം ഭീകരവാദികൾക്കിടയിൽ ഞാൻ എങ്ങനെ? അപ്പൊ പേടിച്ചുകൊണ്ടാണ് വല്ല തോക്കോ വെടിയുണ്ടയോ ബോംബോ വരുമോ, ഇങ്ങനെ മുഖം മറച്ചിട്ട് ആരെങ്കിലും വന്നതിനെ കൊന്നുകളയുമോ, അങ്ങനെ പേടിച്ച് എൻ്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കാല് കൊടും തണുപ്പത്തൊരു രാത്രി എൻ്റെ കയ്യിലാണെങ്കിൽ ഈ പറയുന്ന ഈ സെറ്റർ, ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഞാൻ എടുക്കാൻ മറന്ന് അങ്ങനെ വിറച്ച് നിൽക്കേ ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. പർദ്ദയിട്ട ഒരു സ്ത്രീയാണ്. അവർ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വരൂ, വീട്ടിലേക്ക് വരൂ, തണുപ്പകറ്റാനുള്ള സംവിധാനം ഞാൻ തരാം. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി. പക്ഷെ എന്നാലും അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നി. മാന്യമായ ക്ഷണം, മാന്യമായ പെരുമാറ്റം, മാന്യമായിട്ട് ഇടപെടുന്നു. ഞാൻ കൂടെ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ നല്ല ഒരു കാപ്പി, ഒരു ചായ, നല്ല ഒരു അന്തരീക്ഷം, നല്ല സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം. എനിക്ക് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സെറ്റർ എനിക്ക് തന്നിട്ട് എന്നെ എവിടെ നിന്നാണോ കൊണ്ടുപോയി, എനിക്ക് വഴിയറിയില്ല, ഒരു ഗല്ലിയിലൂടെ ഞാൻ പോയത്, എന്നെ എവിടെ നിന്നാണോ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി എന്നെ വിട്ടു. അപ്പം ആ ഒരു സ്നേഹത്തെ, ഒരു തണല്, ഒരു സ്നേഹം, ഒരു പ്രത്യേകമായ പെരുമാറ്റം. അവരവിടെ ഷഹാദത്ത് കലിമയോ ലാ ഇലാഹ ഇല്ലല്ലയോ ഖുർആനോ ഹദീസോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു ശൈലി എന്നെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഇതെന്താണ് അപ്പോൾ ഇസ്ലാം? ഇത് ഈ പറയുന്ന ഇസ്ലാമും അനുഭവിക്കുന്ന ഇസ്ലാമും, ഞാൻ കേൾക്കുന്ന ഇസ്ലാം, അനുഭവിക്കുന്ന ഇസ്ലാം, ഇതെന്താണ് ഇത്? ഞാൻ അങ്ങനെ ഒന്ന് പഠിക്കാൻ, ആദ്യമായി ഞാൻ ഖുർആൻ എടുത്തൊന്ന് പഠിക്കാൻ നോക്കി. പക്ഷെ എന്നെ വല്ലാതെ ആകർഷിച്ചു കഴിഞ്ഞു. ഇപ്പൊ ലോറൻ ബൂത്ത് ഇസ്ലാമാണ്, മുസ്ലിം വനിതയാണ്. അപ്പൊ അവിടെ ആ ഒരു പെരുമാറ്റ ശൈലി. അപ്പോ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സന്ദേശം എത്തിയാൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് സത്യമെത്തിയാൽ അവരംഗീകരിക്കും. അംഗീകരിക്കാത്തവർ ആരാണ്? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വലാ സംഇഹിം. അംഗീകരിക്കാത്തവര് ഈ അള്ളാഹ് മുദ്ര വച്ച കുറെ ആളുകളുണ്ട്, ധിക്കാരികളായ ആളുകൾ, ക്രൂരന്മാർ, അവരൊഴികെ ബാക്കി എല്ലാവർക്കും ഈ സന്ദേശം എത്തണം, കിട്ടണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ റമളാൻ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കണക്കെടുപ്പ്, ഞാൻ ഫലത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന ഒരു ആത്മവിചാരണയിലേക്ക് നമ്മൾ വരിക. അള്ളാഹ്ക്ക് സമർപ്പിക്കാതെ രക്ഷയില്ല. അള്ളാഹുവാണ് ഒന്നാം സ്ഥാനം, റസൂലാണ്, ആ മാർഗത്തിലുള്ള ജീവിതമാണ്. അതിലെത്രത്തോളം എനിക്ക് വളരാൻ പറ്റിയെന്ന് ആത്മപരിശോധന നടത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.